എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചി സ്റ്റൈൽ ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള, പിന്നെ ഒരു 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 15 മതിയാവും. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സർ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി കുറച്ച് ഗരം മസാല ഇവിടെ നിന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 6 കരയാമ്പൂ, 2 ബേ ലീഫ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഒന്ന് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്കായിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ഗരം മസാല പേസ്റ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ കൊച്ചി സ്റ്റൈൽ ബീഫ് വിന്താലു കറി ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ അത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഒന്ന് സപ്പോർട്ടും ഷെയറും ചെയ്യണേ. ബൈ.